ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പേടയാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം പണിയൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. If you are watching our video for the first time, please subscribe, like, share and comment. ഞാൻ കുറച്ച് കൂടുതൽ പേട ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 70 പീസ് പേട വരെ കിട്ടും. 3 കപ്പ് പഞ്ചസാര ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര കുറച്ച് അലിഞ്ഞ് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണേ. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒറ്റ നൂൽ പരുവാക്കി എടുക്കണം. ഇത് വേഗം തന്നെ ഒറ്റ നൂൽ പരുവായിട്ട് കിട്ടും. പിന്നെ കുറേ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണേ. ഇതിപ്പോൾ ഒറ്റ നൂൽ പരുവായിട്ടുണ്ട്. ഇനി നമുക്കത് അവിടെ മാറ്റി വെച്ചിട്ട് 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് കടലക്കപ്പൊടിയാണിത്. കടലക്കപ്പൊടി അരിച്ചെടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചിട്ടുണ്ടാകും. ഞാനിത് അരിച്ചെടുത്തതാണ്. ഇത് നമുക്ക് പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോകാതെ കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. 3 കപ്പ് പാൽപ്പൊടിയാണ് ഇത് ഈ അളവിൽ തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 കപ്പ് പാൽപ്പൊടി വരെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. വേറെ സാധനങ്ങളൊന്നും അളവ് കൂട്ടണ്ട. പാൽപ്പൊടി 4 കപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും. ഇതിപ്പോൾ 3 കപ്പ് പാൽപ്പൊടിയാണ് ഉള്ളത്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മിക്സാക്കി എടുക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഗീ പേടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു നെയ്യ് ഉണ്ടാകുമ്പോഴാണ് നല്ല ഗീ പേടേൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക നമുക്ക്. നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു പേട 4-5 ദിവസം വെച്ചാലൊന്നും കേടാവൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്ക് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാം. ഇതിങ്ങനെ ഓവറായിട്ടുള്ളൊരു മധുരമൊന്നും ഇല്ല കേട്ടോ, കഴിക്കാൻ പറ്റുന്ന ഒരു മധുരം തന്നെയാണ് ഉള്ളത്. ഇതിപ്പം ഞാൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാം. അത് പഞ്ചസാര സിറപ്പ് ചൂടാറിപ്പോയത് കൊണ്ടാണ് ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നത്. ചൂടോടുകൂടി തന്നെ ഒഴിക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇതിപ്പോൾ കുറച്ച് ചൂടാറിപ്പോയിട്ടുണ്ട്. നമ്മൾ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. കടലക്കപ്പൊടി ചൂടാക്കുന്ന സമയത്ത് തന്നെ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സിറപ്പ് ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇതിപ്പം ചൂടായതിന് ശേഷം ഞാൻ പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാകും. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളെ പേട റെഡി ആയിട്ടുണ്ടാകും. അത് നമുക്ക് കുറച്ച് എടുത്ത് നോക്കിയാൽ മതി, പിന്നെ കയ്യിൽ ഒട്ടുന്നുണ്ടോയെന്ന്, ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കുക. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നോക്കാം നമ്മളെ കയ്യിൽ ഒട്ടുന്നുണ്ടോ, ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. ഇതാ കണ്ടില്ല, നമ്മളിപ്പോൾ ഇത് എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടുന്നൊന്നുമില്ല, ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം നേരത്തെ റെഡിയാക്കി വെക്കണം കേട്ടോ. അതെന്നോട് പറയാൻ വിട്ടുപോയി. നമ്മൾ നേരത്തെ തന്നെ ആദ്യം തന്നെ അത് റെഡിയാക്കി വെക്കണം. നെയ്യ് വരട്ടി വെക്കണം പാത്രത്തിൽ, നല്ലോണം നെയ്യ് വരട്ടണം, അല്ലെങ്കിൽ പിന്നെ പാത്രത്തിൽ ഒട്ടിപ്പോകും. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. കയ്യിലൊന്നും ഒട്ടുന്നില്ല എന്ന് കണ്ടാൽ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ലെവലാക്കി എടുക്കണം. ഇതിപ്പോൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പാത്രമൊക്കെ നെയ്യൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചതാണ്.
ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലും പിന്നെ ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേയിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇതിൽ നല്ലോണം നെയ്യ് പുരട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചൂടാറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടില്ല. ഇത്തിരി ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കട്ടെ. എന്നിട്ട് സ്പൂണിൻ്റെ അടിഭാഗത്ത് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് മേലെ ഭാഗം നല്ലോണം ലെവലാക്കി എടുക്കാം. എന്നാലേ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടുക. അപ്പോൾ ഇതാ ബാക്കി ഞാൻ ഈ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് ലെവൽ ചെയ്തെടുക്കാം. കണ്ടില്ലേ നല്ലോണം ലെവലായിട്ട് കിട്ടിയത്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തവി വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് സൈഡൊക്കെ നല്ല ലെവലായിട്ട് കിട്ടും. കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഷേപ്പിലുണ്ടാവും. ഇനി നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ ഇട്ടതിൻ്റെ മേലെയും ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാവൂ. എപ്പോഴെങ്കിലും പേട കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസമൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുമല്ലോ. നല്ലോണം ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ മതി. ഒരു 4-5 ദിവസത്തേക്കൊന്നും കേടായി പോവില്ല. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ 4-5 ദിവസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടും, അവർ എടുത്തെടുത്ത് കഴിക്കും. ഇതിൽ നെയ്യ് പുരട്ടി കൊടുത്തത് കുറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ട് കിട്ടാത്തത്. അപ്പോൾ അതിൻ്റെ പാത്രത്തിൽ നല്ലോണം നെയ്യ് പുരട്ടി കൊടുക്കണേ. ഇത് ഞാൻ ഉണ്ടാക്കിയത് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര അധികം ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കിത് കുറഞ്ഞ അളവിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.